അതിവേഗ വാർത്ത. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ വീടൊന്നിന് 20 ലക്ഷം രൂപ ചെലവ് നിശ്ചയിച്ച സർക്കാർ. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടിനാണ് ചെലവ് നിശ്ചയിച്ചത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ടൗൺഷിപ്പിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കാനും ഒരു കുടുംബത്തിന് 7 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കാനും സർക്കാർ തീരുമാനിച്ചു. ദുരന്തബാധിതർക്ക് നിലവിൽ അനുവദിച്ച 300 രൂപ ഭത്ത തുടരുമെന്നും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് 1000 രൂപയുടെ സപ്ലൈകോ കൂപ്പൺ നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ആശാ വർക്കർമാർക്ക് ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ച സർക്കാർ നടപടി സമരം തുടങ്ങി 18ാം ദിവസം. അതേസമയം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആശാ വർക്കർമാർ. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരണമെന്ന് ആശാ വർക്കർമാർ. സമരക്കാരെ CPIM CITU നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതി. തിരുവനന്തപുരം വക്കത്ത് ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന് സമരക്കാർ. CPIM CITU നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പരാതി. സംസ്ഥാനത്തൊട്ടാകെ ആശമാർ ഫോണിലൂടെ അടക്കം ഭീഷണി നേരിടുന്നുവെന്നും സമരസമിതി അംഗങ്ങൾ. അനുകൂല നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. വേതന വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 18ാം ദിവസത്തിലേക്ക് കടന്നു. CITU പ്രവർത്തകർ ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം LDF കൺവീനർ TP രാമകൃഷ്ണൻ തള്ളി. ഭീഷണിപ്പെടുത്തുന്നത് CITU നിലപാടല്ല എന്നും വെറുതെ ഉന്നയിക്കുന്ന ആരോപണം മാത്രമാണെന്നും നാളെ CITU നടത്തുന്ന സമരം ആശാ വർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് എന്നും TP രാമകൃഷ്ണൻ. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ആശാ വർക്കർമാർക്ക് നൽകിയ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസ്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അവകാശം ഉന്നയിക്കുന്ന സർക്കാർ സാധാരണക്കാരായ ആശാ വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു. കൊല്ലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെളിനല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആശാപ്രവർത്തകർക്കെതിരെയുള്ള ഗവൺമെന്റ് ഉത്തരവ് കത്തിച്ചായിരുന്നു പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വയനാട് കൃഷി ഓഫീസിൽ ജീവനക്കാരിയുടെ ആത്മഹത്യാശ്രമം. കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് ജീവനക്കാരിയാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. സഹപ്രവർത്തകന്റെ മാനസിക പീഡനം മൂലമാണ് ഇത് ചെയ്തത് എന്നാണ് ആരോപണം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഡോക്ടറുടെ അനുമതി ലഭിച്ചാൽ നടപടിയുണ്ടാകും. പെൺസുഹൃത്ത് ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നുവെന്നും കണ്ടെത്തി. മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. കണ്ണൂർ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചതിനാണ് ഷെറിനെതിരെ വീണ്ടും കേസെടുത്തത്. കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത്. നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സഹതടവുകാരിയായ വിദേശ വനിതയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ കേസെടുത്തത്. മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുകയും മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ വാഴ്ത്തുകയും ചെയ്ത NIT അധ്യാപിക ഷൈജ ആണ്ടവന്റെ അനധികൃത സ്ഥാനക്കയറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KSU നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസിനെ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ച് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. മതവിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലായ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട കോടതി നാളെ വിധി പറയും. ജോർജിന്റെ ആരോഗ്യനില മോശമാണെന്നും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് തെളിവില്ല എന്നും മതവിദ്വേഷ പരാമർശ കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു. മലപ്പുറം ചുങ്കത്തറയിലെ പഞ്ചായത്ത് അംഗം കൂറുമാറിയതിൽ ഭീഷണിയുമായി CPIM ഏരിയ സെക്രട്ടറി. നുസൈബയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയത് CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രനാണ്. PV അൻവറിനൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. പാർട്ടിയെ കുത്തിയാണ് പോകുന്നത് എന്ന കാര്യം ഓർത്തുവെച്ചോളാൻ ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. ചുങ്കത്തറ പഞ്ചായത്ത് അംഗത്തിന് നേരെയുള്ള വധഭീഷണി ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് കോൺഗ്രസ് നേതാവ്
AP അനിൽകുമാർ MLA. കേരളത്തിൽ ഏറ്റവും അധികം കൂറുമാറ്റം നടത്തുന്നത് CPIM ആണ്. എന്നാൽ സാഹചര്യം മറിച്ചായാൽ കാണേണ്ടി വരുന്നത് CPIMന്റെ ധിക്കാരമാണെന്നും നുസൈബയ്ക്കും ഭർത്താവിനും UDF സംരക്ഷണം നൽകുമെന്നും AP അനിൽകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കടൽമണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തി. അന്തരിച്ച മുൻ MLAയും CPI നേതാവുമായിരുന്ന P. രാജുവിന്റെ പൊതുദർശനം പാർട്ടി ഓഫീസിൽ വേണ്ട എന്ന് കുടുംബം. പാർട്ടിയിലെ ചിലർ രാജുവിനെ വ്യക്തിഹത്യ നടത്തി. മനംനൊന്താണ് രാജുവിന്റെ മരണമെന്നും കുടുംബം ആരോപിച്ചു. ഇല്ലാത്ത ചില പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ ചെയ്തുവെന്ന് CPI നേതാവ് KE ഇസ്മയിൽ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുകയും ചെയ്തു. വ്യക്തിഹത്യ വലിയ ആഘാതമുണ്ടാക്കിയെന്നും പൊതുപ്രവർത്തനത്തിലൂടെ നേടിയ സൽപ്പേര് വിമർശകർ കളങ്കപ്പെടുത്തിയെന്നും KE ഇസ്മയിൽ ആരോപിക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് വയോധികനെ വീട്ടിൽ നിന്ന് പുറത്താക്കി മുദ്രവെച്ചു. നെയ്യാറ്റിൻകര നാടാർകോണത്ത് യേശുദാസ് ആണ് ബാങ്കിന്റെ നടപടിക്കിരയായത്. നെയ്യാറ്റിൻകര അർബൻ ബാങ്കിൽ നിന്ന് 2013 കാലഘട്ടത്തിലാണ് 1.5 ലക്ഷം രൂപ യേശുദാസ് വായ്പയായി എടുത്തത്. മധ്യപ്രദേശിൽ 5 വയസ്സുകാരി ക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയായി. അതീവ ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ഗ്വാളിയോറിലെ ആശുപത്രിയിൽ ജീവനോട് മല്ലിടുകയാണ്. പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ 29 തുന്നലുകൾ വേണ്ടിവന്നതായി ഡോക്ടർമാർ അറിയിച്ചു. ബോധമുണ്ടെങ്കിലും പെൺകുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല. പ്രതിയായ 17 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തു. മദ്യപിച്ചിരുന്ന കൗമാരക്കാരൻ കുട്ടിയുടെ തല പലതവണ ചുവരിൽ ഇടിച്ചതായും പോലീസ് പറഞ്ഞു. പുനെയിൽ പുലർച്ചെ ബസ് സ്റ്റാൻഡിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കുറ്റവാളിക്കായി വ്യാപക തെരച്ചിൽ. പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടു. കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 13 സംഘങ്ങളായി തിരിഞ്ഞ് സമീപ ജില്ലകളിലും തെരച്ചിൽ ഊർജിതമാണ്. ന്യൂമോണിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ചികിത്സ ഫലിക്കുന്നതായി രക്തപരിശോധനയിൽ വ്യക്തമായി എന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇന്നലെ മാർപ്പാപ്പ എഴുന്നേറ്റ് കസേരയിൽ ഇരുന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വൃക്കയുടെ പ്രശ്നങ്ങൾ കുറഞ്ഞതായും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നു. പ്രശസ്ത ബോളിവുഡ് നടൻ ജീൻ ഹാക്ടാനും ഭാര്യ ബെറ്റ്സി അറോക്കവയും മരിച്ച നിലയിൽ. ന്യൂ മെക്സിക്കോ സാന്റാഫേയിലെ വസതിയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. സംശയാസ്പദമായി ഒന്നും കണ്ടില്ലെന്നും വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്നും അധികൃതർ അറിയിച്ചു. 2 തവണ ഓസ്കർ നേടിയിട്ടുള്ള നടനാണ് 95-കാരനായ ജീൻ ഹാക്ടാൻ. വികസന പദ്ധതികൾക്കായി നീക്കിവെച്ച ഭൂമി ഉപയോഗിക്കുന്നതിൽ നിന്ന് ഭൂവുടമയെ അനിശ്ചിതമായി തടയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. പുനെയിൽ വിദ്യാർത്ഥികളെ മറയാക്കി വിദേശ കറൻസി കടത്താൻ ശ്രമം. ദുബായിൽ നിന്ന് വന്ന 3 വിദ്യാർത്ഥികളിൽ നിന്ന് പുനെ കസ്റ്റംസ് വകുപ്പ് $4 ലക്ഷം കണ്ടെത്തി. പുസ്തകങ്ങളുടെ താളുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് വിദേശ കറൻസികൾ കണ്ടെത്തിയത്. 2 ട്രോളി ബാഗുകളിലായി 3 യാത്രക്കാരെ ഉപയോഗിച്ച് ഒരാൾ വിദേശ കറൻസി കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പണം കണ്ടെത്തിയത്. പെട്രോളിൽ 20% എഥനോൾ ചേർക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നതെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് എസ് പുരി. നീതി ആയോഗിന് കീഴിൽ നിയോഗിച്ച സമിതി ഇത് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. അസമിൽ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അജ്ഞാത സ്രോതസ്സുകളിൽ നിന്ന് വാർത്ത നൽകുന്നവർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കെതിരെ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്ത നൽകുന്ന വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. പത്രപ്രവർത്തകൻ മൈക്കൽ വുൾഫിന്റെ പുസ്തകം പുറത്തിറങ്ങി വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം. രാജ്യത്തെ ക്രമസമാധാന നില തകരുകയാണെന്ന് ബംഗ്ലാദേശ് സൈനിക മേധാവി വക്കർ ഉസ് സമാൻ. രാജ്യത്തെ പൗരന്മാർ പരസ്പരം അധിക്ഷേപിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണെന്നും ഇന്ന് അഭിമുഖീകരിക്കുന്ന അരാജകത്വം നമ്മുടെ തന്നെ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ കേരള വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മൂർഖൻ പാമ്പിനെ പിടികൂടി. 8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൺ മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത്. പാമ്പിനെ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസർക്ക് കൈമാറി.
മലപ്പുറം നാടുകാണി മരപ്പാലത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പുലിയെ ഇരുചക്രവാഹനം ഇടിച്ചു. 2 പുലികൾ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. റോഡിൽ വീണ പുലി സാവധാനം എഴുന്നേറ്റ് കാട്ടിലേക്ക് മടങ്ങി. കാസർഗോഡ് പുക്കളത്ത് പട്ടാപ്പകൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. രാവിലെ പുക്കളത്തെ കാലിച്ചാൻ മരത്തിലാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. ശബ്ദമുണ്ടാക്കിയതോടെ പുലി ഓടി മറിഞ്ഞു. വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരിയോട് പോരാടുന്ന കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന പ്രസംഗ മത്സരത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. MLA ആബിദ് ഹുസൈൻ തങ്ങൾ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കൽ നിയോജക മണ്ഡലം പരിധിയിൽപ്പെട്ട ഹൈസ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കും ബഹുജനങ്ങൾക്കും ഓൺലൈനായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ സിന്തറ്റിക് ലഹരിയുമായി യുവാവ് പിടിയിൽ. കരുപ്പടന്ന സ്വദേശിയായ ഇൻസമാമാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലഹരി പദാർത്ഥവുമായി പ്രതി പിടിയിലായത്. കോഴിക്കോട് ചെറുവറ്റക്കടവിൽ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ പോരാടുന്ന ഡാൻസ് ഓഫ് സംഘം പിടികൂടാതിരിക്കാൻ ലഹരി പദാർത്ഥമായ MDMA പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതികൾ. അനീഷ്, സനൽകുമാർ എന്നിവരാണ് MDMA വലിച്ചെറിഞ്ഞത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോഴാണ് ഇവർ ലഹരി പദാർത്ഥം വലിച്ചെറിഞ്ഞത്. പറമ്പിൽ നടത്തിയ പരിശോധനയിൽ 32 ഗ്രാം MDMA കണ്ടെടുത്തു. കൊല്ലത്ത് ലഹരി പദാർത്ഥമായ MDMAയും കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിലായി. അനീഷ് എന്നയാളാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പരിശോധനയിൽ പ്രതിയിൽ നിന്ന് 5.25 ഗ്രാം MDMAയും 318 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. പ്രതിക്ക് ലഹരി എത്തിച്ചു നൽകിയവരെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. കാസർഗോഡ് ബേക്കലിൽ ഓടുന്ന കാറിന് തീപിടിച്ചു. കോട്ടക്കുന്ന് സ്വദേശി ഷെരീഫിന്റെ ഉടമസ്ഥതയിലുള്ള കാറിനാണ് തീപിടിച്ചത്. വർക്ക്ഷോപ്പിൽ നിന്ന് സർവീസ് കഴിഞ്ഞ് വരുമ്പോഴാണ് തീപിടുത്തം. കാറിന്റെ എഞ്ചിൻ ഭാഗങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. മലപ്പുറം പള്ളിപ്പുറം റെയിൽവേ ലൈനിൽ അതിഥി തൊഴിലാളി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. പശ്ചിമബംഗാൾ സ്വദേശി ഹസ്റ്റാബ് ഷെയ്ഖാണ് മരിച്ചത്. ഇരുമ്പിളിയം സ്വകാര്യ സ്കൂളിന്റെ പ്രവൃത്തികൾക്കെത്തിയതായിരുന്നു ഹസ്റ്റാബ്. കണ്ണൂരിൽ കാണാതായ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കീഴല്ലൂർ വളയാൽ സ്വദേശി പത്മനാഭന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. 2 ദിവസമായി കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ മട്ടന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തൃശൂർ വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വരാക്കര പയ്യാക്കര സ്വദേശി നിക്സൺ ആണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. മലപ്പുറം പുത്തനത്താണിയിൽ ബസ് മറിഞ്ഞ് 20 പേർക്ക് പരിക്ക്. കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തനത്താണി പുതിയ ഹൈവേയിലായിരുന്നു അപകടം. ബസ് പൂർണ്ണമായും തകർന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. MLA ഹോസ്റ്റൽ ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ 3 വർഷത്തിന് ശേഷം പ്രതി അറസ്റ്റിൽ. വയനാട് വൈത്തിരി സ്വദേശി ഹാരിസാണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത്. മലപ്പുറം മഞ്ചേരിയിലെ കവർച്ചാ കേസിൽ 3 പ്രതികൾ കൂടി പിടിയിൽ. പൂക്കോട്ടൂരിൽ തമിഴ്നാട് സ്വദേശികളെ തട്ടിക്കൊണ്ടുപോയി 19 ലക്ഷം രൂപ കവർന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത്. വൈശാഖ്, സന്ദീപ്, രതീഷ് എന്നിവർ കണ്ണൂരിൽ നിന്നാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആയി. കണ്ണൂരിൽ കാൽനട യാത്രക്കാരിയുടെ കഴുത്തിലെ സ്വർണ്ണമാല ബൈക്കിലെത്തി പൊട്ടിച്ച് കടന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. AT ജാഫർ, T മുദസ്സിർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബീഡി കമ്പനി തൊഴിലാളിയായ സ്ത്രീയുടെ 3 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച കേസിലാണ് അറസ്റ്റ്. ആലപ്പുഴ മാന്നാർ മേജർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ച് മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിവരാത്രി എതിരേൽപ്പ് നടന്നു.
കൈനിക്കരമഠം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച എതിരേൽപ്പ് മാന്നാർ പോലീസ് SHO അഭിലാഷ് MC, പുളിക്കീട് SHO K അജിത് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഈറ്റ് റൈറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വാക്കത്തോൺ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഫ്ലാഗ് ഓഫ് ചെയ്തു. പൊതുജനങ്ങളിൽ സുരക്ഷിതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ പദ്ധതിയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-ന് മോട്ടോർ വാഹന തൊഴിലാളികൾ രാജ്യവ്യാപകമായി നടത്താനിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായി വാഹന പ്രചാരണ ജാഥയ്ക്ക് തൃശൂരിൽ വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. സംഘാടക സമിതി രക്ഷാധികാരി S. ബസന്ത്ലാൽ അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരത്ത് തപാൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിലേക്ക് NFP FNPO സംഘടനകൾ സംയുക്ത പ്രകടനം നടത്തി. തപാൽ മേഖലയുടെ തകർച്ചയും സ്വകാര്യവൽക്കരണവും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരായാണ് പ്രകടനം. IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി വികസനവും വന്യജീവി ആക്രമണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തൃശൂരിൽ സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ വെൽഫെയർ പാർട്ടി ചർച്ചാ സംഗമം നടത്തി. പരിസ്ഥിതി, വന്യജീവി സംഘർഷം തുടങ്ങിയവയെക്കുറിച്ചുള്ള സാമൂഹ്യ ബോധങ്ങളിലും ഭരണനയങ്ങളിലും മാറ്റം വേണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ പരിപാടിയിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷിബു S. ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സാമ്പത്തിക റിപ്പോർട്ട് ജില്ലാ ട്രഷറർ മോഹനൻ പിള്ളയും ബിസിനസ് റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിലും അവതരിപ്പിച്ചു. മലപ്പുറം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ, ശുചിത്വ, കുടിവെള്ള, വനിതാ ശാക്തീകരണ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മലപ്പുറം വണ്ടൂരിൽ കുടുംബശ്രീ CDS മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്ക് വായ്പ വിതരണം ചെയ്തു. വണ്ടൂർ ശാഖാതല ഉദ്ഘാടനം AP അനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വായ്പാ വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. സിദ്ദിഖ് നിർവഹിച്ചു. ആലപ്പുഴ കടക്കരപ്പള്ളി, പള്ളിപ്പുറം, എഴുപുന്ന, തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ ജലവിതരണം മുടങ്ങുമെന്ന അറിയിപ്പ്. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച വരെയും, പള്ളിപ്പുറം പഞ്ചായത്തിൽ ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച വരെയും ജലവിതരണം മുടങ്ങും. വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന ലൈനിൽ വാൽവുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം മുടങ്ങുക. തിരുവനന്തപുരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്റർ രജിസ്ട്രേഷൻ ക്യാമ്പ് ഫെബ്രുവരി 28-ന് നടക്കും. കഴക്കൂട്ടം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് നടക്കുക. കുറഞ്ഞത് +2 യോഗ്യത, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതകൾ എന്നിവയുള്ള 40 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് വളാഞ്ചേരി യൂണിറ്റ്, അഹല്യ ഫൗണ്ടേഷനും പാലക്കാട് കവിത ഗോൾഡും സംയുക്തമായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് K. മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. 100ഓളം രോഗികൾക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും 200 രോഗികൾക്ക് സൗജന്യമായി കണ്ണടയും വിതരണം ചെയ്തു. നാട്ടിൽ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷി രൂപപ്പെടുത്താൻ കഴിയണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ നടക്കുന്ന പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് മുന്നോടിയായി അമൃതഭോജനം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്താൽ ആശുപത്രികളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. കാസർഗോഡ് രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ച് തിരുവാതിര സംഘടിപ്പിച്ചു. കീഴ്ഘടക ക്ഷേത്രങ്ങളായ ഒളവറമുണ്ട്യ, പുലേരിമുണ്ട്യ, കറുവാപ്പള്ളിയറ എന്നിവിടങ്ങളിലെ 600ഓളം വനിതകൾ തിരുവാതിരയിൽ പങ്കുചേർന്നു. മാർച്ച് 5 മുതൽ 12 വരെയാണ് പെരുങ്കളിയാട്ടം. ബാപ്പു വലപ്പാട് എഴുതിയ ശുക്ർ എന്ന നോവലിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. നാട്ടിക ഫർക്ക ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലല്ല പബ്ലിക്കേഷൻസിന്റെ വാർഷികാഘോഷ ചടങ്ങിലാണ് നോവൽ പ്രകാശനം ചെയ്തത്.
ചലച്ചിത്ര സംവിധായകനും ഗുരുവായൂർ മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃശൂർ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ 2 മാസമായി നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിക്ക് സമാപനമായി. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിഞ്ഞനം RMVHS സ്കൂളിൽ പരീക്ഷാ മാർഗനിർദ്ദേശക സെമിനാർ നടത്തി. കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥി സമൂഹത്തിന് ലഭിക്കാത്തതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അപജയത്തിനും ദുരിതത്തിനും കാരണമെന്ന് സ്റ്റൈജു പറഞ്ഞു. പാലക്കാട് മലമക്കാവ് AUP സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരൻ വിനോദ് വെള്ളാളൂർ മുഖ്യാതിഥിയായിരുന്നു. മലപ്പുറം കപ്പൂർ പഞ്ചായത്ത് തല അംഗനവാടികളുടെ കലാമേള നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 33 അംഗനവാടികളിൽ നിന്നായി 370 കുട്ടികൾ പങ്കെടുത്തു. പാലക്കാട് ആനക്കര മണ്ണയം പെരുമ്പലം വെങ്ങാട്ടിക്കര ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. നിരവധി പേർ പങ്കെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾ. മോഹൻലാലിൻ്റെ തീക്ഷ്ണമായ കണ്ണിൻ്റെ ചിത്രമാണ് താൻ പങ്കുവയ്ക്കുന്നത് എന്ന് സംവിധായകൻ പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നരകത്തിൻ്റെ ആഴങ്ങളിലെരിയുന്ന തീ കാണാനാവും എന്ന അടിക്കുറിപ്പോടെയാണ് പൃഥ്വിരാജ് ചിത്രം പങ്കുവച്ചത്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും പ്രദർശനത്തിനൊരുങ്ങി മലയാള ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി. മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ ചിത്രം അടുത്ത മാസം പ്രദർശനത്തിനെത്തും. തെലുങ്ക് പരസ്യം E4 എൻ്റർടൈൻമെൻറ്റ് പ്രകാശനം ചെയ്തു. അഭിനേതാക്കളായ സൈജു കുറുപ്പും തൻവീറാമും അർജുൻ അശോകനും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം അഭിലാഷത്തിലെ ഗാനരംഗം പുറത്തുവിട്ടു. ശ്രീഹരി K. നായർ സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഷർഫു ആണ്. മണിയറയിലെ അശോകൻ എന്ന ചലച്ചിത്രത്തിന് ശേഷം ഷംസു സൈബ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അഭിലാഷം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളം 1-ാം ഇന്നിംഗ്സ് ലീഡിനായി പൊരുതുകയാണ്. 2-ാം ദിനം കളി അവസാനിച്ചപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എന്ന നിലയിലാണ് ടീം. വിദർഭയുടെ 379 റൺസ് പിന്തുടരുന്ന കേരളം 248 റൺസിന് പിന്നിലാണ്. കേരളത്തിനായി ആദിത്യ സാർവതെ അർദ്ധ സെഞ്ചുറി നേടി.